നമസ്കാരം. എഴുത്തും തിരുത്തും രണ്ടാം ഭാഗമാണ്. കാലിൽ തറച്ച മരക്കഷ്ണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കണ്ടെത്താനായില്ല. ഒരു 4 കോളം വാർത്തയാണ്. മനോരമ പത്രത്തിൽ 2013 ഏപ്രിൽ 17 വന്ന വാർത്ത. പെട്ടെന്ന് കാണുമ്പോൾ എന്ത് പറയും? കഷ്ടം. കാലിൽ തറച്ച മരക്കഷ്ണം കാലിലല്ലേ കാണൂ, അതെങ്ങനെ മെഡിക്കൽ കോളേജിൽ കാണും? നാട്ടിൽ പോയത് കാട്ടിൽ തേടിയിട്ട് എന്ത് കാര്യം? എന്താ സംഭവം? കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടെ ഇടുക്കിയിലെ യശോധരൻ്റെ കാലിൽ തറച്ച മരക്കഷ്ണം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവരുടെ കണ്ണിൽപ്പെട്ടില്ല. അതിനാണ് ഇങ്ങനെ നമ്മളെ ചുമ്മാ ചിരിപ്പിക്കുന്ന വമ്പൻ വാർത്ത ഇടുന്നത്. കാലിൽ തറച്ച മരക്കഷ്ണം ഡോക്ടർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നെഴുതിയാൽ വളരെ നിസ്സാരമാണ്. ഈ പത്രക്കാരുടെ ഒരു കാര്യം. എല്ലാ മാധ്യമങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വികല പ്രയോഗമാണ് നിന്നും. നിന്ന് എന്ന പ്രയോഗിക്കേണ്ടിടത്തെല്ലാം നിന്നും എന്നാണ് ഒട്ടുമിക്ക എഴുത്തുകാരും എഴുതുന്നത്. ഫ്രം എന്ന ഇംഗ്ലീഷ് വാക്കിന് നിന്ന് എന്നാണ്. ഹീ കെയിം ഫ്രം ഡൽഹി എന്ന് പറഞ്ഞാൽ അയാൾ ഡൽഹിയിൽ നിന്ന് വന്നു എന്നല്ലേ. അയാൾ ഡൽഹിയിൽ നിന്നും വന്നു എന്നാണ് പക്ഷേ പലരും എഴുതുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഫ്രം എന്ന വാക്കിന് ഡിക്ഷണറിയിലും നിന്ന് എന്നാണ്. ഐ ടുക്ക് സം മണി ഫ്രം മൈ പോക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണം എടുത്തു എന്നല്ലല്ലോ. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കുറേ പണം എടുത്തു. ഇങ്ങനെയൊക്കെ എഴുതുന്ന ആളുകളിൽ ഭൂരിപക്ഷവും മലയാള ഭാഷാ അധ്യാപകരും പ്രൊഫസർമാരും പേര് കേട്ട എഴുത്തുകാരും അവതാരകരും ഒക്കെയാണ്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നോക്കാം. കൊച്ചിയിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ വീട്ടിലെത്തുന്ന ഭർത്താവ്. അയാൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി അടുത്ത കടയിലേക്ക് പോയി. തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു നിലവിളി കേട്ടു. ഈ ഉദാഹരണങ്ങളിലൊക്കെ നിന്നും എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നാണ് വേണ്ടത്. അയാൾ പോക്കറ്റിൽ നിന്നും തുവാല എടുത്തു എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എവിടെ നിന്നൊക്കെ എടുത്തു എന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ നിന്നും വരുന്നു എന്ന് നമ്മൾ ചോദിക്കില്ലല്ലോ. അയാൾ പോക്കറ്റിൽ നിന്ന് തുവാല എടുത്തു എന്നാണ് സാധാരണ രീതിയിൽ പറയേണ്ടത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിന്നും എവിടെ ഉപയോഗിക്കും എന്നല്ലേ സംശയം? ഒന്നിൽ കൂടുതൽ സംഗതികൾ ചേർത്ത് പറയുമ്പോൾ നിന്നും ഉപയോഗിക്കാം. ഉദാഹരണം, വിവരമറിഞ്ഞ് കോട്ടയത്ത് നിന്നും കൊല്ലത്ത് നിന്നും 100 കണക്കിന് ആളുകൾ എത്തി. എന്നാൽ കൊച്ചിയിൽ നിന്ന് 2 പേരാണ് എത്തിയത്. ഉദാഹരണം മറ്റൊന്ന്, പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകൾ സമരത്തിനെത്തി. ബീഹാറിൽ നിന്ന് ആരും എത്തിയില്ല. എവിടെയും നിന്നും പ്രയോഗിക്കുന്നവരോട് ചോദിക്കട്ടെ, എവിടെയാണ് നിന്ന് ഉപയോഗിക്കുക? രണ്ടിനും 2 അർത്ഥമാണെന്ന് ഓർക്കുക. നമ്മുടെ ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ വാസ്തവത്തിൽ ഭാഷയെ ഒരുപാട് ജീർണിപ്പിച്ചവരാണ്. വേണ്ടത്ര വിവരമില്ലാത്ത മാധ്യമക്കാർ എന്ന ജേർണലിസ്റ്റുകൾ അഥവാ ജീർണലിസ്റ്റുകൾ ഈ ഭാഷയിലെ വൈകല്യങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഭാഷയെ ജീർണിപ്പിക്കുക എന്നതാണ് ഇന്ന് മലയാള ജേർണലിസ്റ്റുകളുടെ തൊഴിൽ പോലും. ഒരു ഏഷ്യാനെറ്റ് വാർത്തയിൽ കണ്ടത് ഇങ്ങനെയാണ്. പുതിയ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ ഈ മാസം 13 മുതൽ സർവീസ് തുടങ്ങും. ഇന്ന് മുതൽ ആരംഭിക്കുന്നു എന്ന പ്രയോഗം തെറ്റാണ്. ജൂൺ 15 മുതൽ ആരംഭിക്കുന്ന അധ്യാത്മ രാമായണ മേളയോടനുബന്ധിച്ച് എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. DCB ന്യൂസ്, കറണ്ട് ബുക്സ് ബുള്ളറ്റിൻ എന്നിവയുടെ പുറം കവറിലെ പരസ്യത്തിൽ നിന്നാണ് ഈ വാക്യം. കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ മെയ് 9 മുതൽ പ്രദർശനം ആരംഭിക്കുന്നു എന്നാണ് ഒരു സിനിമയുടെ പരസ്യം. ഇന്ന് മുതൽ ക്ലാസുകൾ ആരംഭിക്കുന്നു. നാളെ മുതൽ ഞങ്ങളുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു. പതിവായി കാണുന്ന ചില പരസ്യവാക്യങ്ങളാണ് ഇതൊക്കെ. മഹാകവി അക്കിത്തത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് മാതൃഭൂമി ഇറക്കിയ പ്രത്യേക പതിപ്പിൽ MD യുമായി NB വിജയകൃഷ്ണൻ നടത്തിയ അഭിമുഖത്തിൽ MD ഇങ്ങനെ പറയുന്നതായി കാണാം. 1942 മുതൽ തുടങ്ങിയതാണ് അക്കിത്തവുമായുള്ള എൻ്റെ ബന്ധം. ഈ വാക്യങ്ങളിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുള്ളതായി പെട്ടെന്നാരും ശ്രദ്ധിക്കില്ല. കുഴപ്പം എന്താണെന്ന് നോക്കാം. ഏതൊരു കാര്യത്തിനും ആരംഭം ഒരിക്കലേ ഉള്ളൂ. ആരംഭിക്കുക, തുടങ്ങുക ഇവയൊന്നും തുടർക്രിയകളല്ല. ജൂൺ 15 മുതൽ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജൂൺ 16-നും 17-നും ഒക്കെ ആരംഭിക്കണം. ഒരു കാര്യം വീണ്ടും വീണ്ടും ആരംഭിക്കുകയില്ലല്ലോ. ഒരിക്കൽ ആരംഭിച്ചാൽ അത് തുടരുക മാത്രമാണ് ചെയ്യുക. മുകളിൽ കാണിച്ച ഉദാഹരണത്തിൽ തെറ്റ് MD-യുടേതായിരിക്കില്ല. വിജയകൃഷ്ണൻ എഴുതിയതിലെ തെറ്റാകാം. ആരുടേതായാലും അത് തെറ്റ് തന്നെ. 1942 തുടങ്ങിയതാണ് അക്കിത്തവുമായുള്ള എൻ്റെ ബന്ധം എന്നോ
1942 മുതൽ തുടരുന്നതാണ് അക്കിത്തവുമായുള്ള എൻ്റെ ബന്ധം എന്നോ ആയാൽ ആ വാക്യം ഭംഗിയായി. മറ്റു വാക്യങ്ങൾ അങ്ങനെ തിരുത്താം. ജൂൺ 15 ആരംഭിക്കുന്ന ഞങ്ങളുടെ ഷോറൂം നാളെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നൊക്കെയാണ് എഴുതേണ്ടത്. അതിനിടയ്ക്കൊരു മുതൽ വേണ്ട. മുതലെന്ന് ചേർക്കുമ്പോൾ തുടർക്രിയയായി. ജൂൺ 15 മുതൽ നടക്കുന്ന എന്നാണ് വേണ്ടത്. ജൂൺ 15 മുതൽ ആരംഭിക്കുന്ന എന്നല്ല. ഇതേ തെറ്റുള്ള ഒരു പത്രവാർത്ത കൂടി നോക്കാം. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ ശാസ്ത്രജ്ഞയായ ഡോക്ടർ ആശയ്ക്ക് 2001 മുതലാണ് ഗവേഷണത്തിനായി വനം വകുപ്പിൽ നിന്ന് പണം അനുവദിക്കാൻ തുടങ്ങിയത്. മലയാള മനോരമ പത്രം 2011 ജൂലൈ 15 പേജ് 11 കോളം 5. 2001 പണം അനുവദിച്ച് തുടങ്ങിയതെന്നോ 2001 മുതലാണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നോ വേണം എഴുതാൻ. 2024 ജനുവരി 7 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ 27-ാം പേജിൽ ഒരു അറിയിപ്പുണ്ട്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ആഴ്ചപ്പതിപ്പിൽ അടുത്ത ലക്കം മുതൽ വായിച്ചു തുടങ്ങുക. അത് തെറ്റാണ്. അടുത്ത ലക്കത്തിൽ വായിച്ചു തുടങ്ങാം എന്നോ അടുത്ത ലക്കം മുതൽ വായിക്കാം എന്നോ മതി എന്നെഴുതിയാൽ മതി. ഈ സന്തോഷ് കുമാർ 26/2/24 ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലും ഇതേ പ്രശ്നം കാണാം. ഇന്നത്തെ ലക്കം മുതൽ തപോമയിയുടെ അച്ഛൻ എന്ന എൻ്റെ പുതിയ നോവൽ മാധ്യമത്തിൽ ആരംഭിക്കുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ TD രാമകൃഷ്ണൻ്റെ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന നോവൽ. അതിൻ്റെ പരസ്യം ഇങ്ങനെയായിരുന്നു: ഈ ലക്കം മുതൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആരംഭിക്കുന്ന തൻ്റെ നോവലിനെക്കുറിച്ച് എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ സംസാരിക്കുന്നു. ഈ ലക്കം മുതൽ ആരംഭിക്കുന്നു എന്ന് ആഴ്ചപ്പതിപ്പും ഈ ആഴ്ച മുതൽ തുടങ്ങുകയാണ് എന്ന് രാമകൃഷ്ണനും പറയുന്നുണ്ട്. അത് ശരിയല്ല. ഈ ആഴ്ച മുതൽ പ്രസിദ്ധീകരിക്കുന്നു എന്നോ ഈ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നു എന്നോ വേണം പറയാൻ. മുതൽ തുടങ്ങുന്നു രണ്ടും കൂടി ഒന്നിച്ച് വേണ്ട. ഈ ലക്കം മുതൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി എല്ലാ ലക്കത്തിലും ആരംഭിക്കുന്നു എന്നാണ് അർത്ഥം.